അതുകൊണ്ട് നല്ല പോലെ നമ്മുടെ ഈ ശത്രു ആരാണ് എന്നൊന്ന് മനസ്സിലാക്കണം. കുറേ കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നത്, എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇയാളുടെ ചില പേരുകൾ ഞാൻ ഒന്ന് പറയാൻ പോവാണ്. എല്ലാം പറയില്ല, ഞാൻ പറഞ്ഞില്ല, ചിലത് മാത്രമേ പറയുന്നുള്ളൂ. 2 കൊരിന്ത്യർ 4:4, 2 Corinthians chapter 4 verse 4. പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ അയാളെ വിളിച്ചിരിക്കുന്നത് എന്താണ്? ഈ ലോകത്തിന്റെ ദൈവം. നമ്മൾ കാണുന്ന ഈ ലോകത്തിന്റെ ദൈവം. അപ്പോൾ അയാൾ കുറഞ്ഞ ആളല്ല, ഈ ലോകത്തിന്റെ ദൈവമാണ്. പക്ഷെ നമ്മൾ ഈ ലോകം എടുത്ത് നോക്കൂ, കൂടുതൽ പേര് സേവിക്കുന്നത് ജീവനുള്ള സത്യദൈവത്തെയോ അതോ പിശാചിനെയോ? കൂടുതൽ ആളുകൾ സേവിക്കുന്നത് പറയുന്നേ പിശാചിനെ. വലിയ ഫോളോയിങ് ആയി കാണുന്നു, കണ്ടവനാളെ ഇടപെടില്ല. അവർ പിശാച് ദൈവമാണെന്നും പറഞ്ഞൊന്നും ആരാധിക്കുന്നവരല്ല. ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ പിന്നെ വേറൊരാളെ ഉള്ളു സേവിക്കാൻ, അങ്ങനെ അവരങ്ങ് സേവിച്ച് പോകുന്നതാണ്. പക്ഷെ അയാൾക്കാണ് ഫോളോയിങ് കൂടുതൽ. ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയുന്നു. അപ്പോൾ അവൻ്റെ പേര് ഈ ലോകത്തിൻ്റെ പ്രഭു, ലോകത്തിൻ്റെ ഭരണാധികാരി. 1 യോഹന്നാൻ 5:19 തെളിച്ചു പറയുന്നു, മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ആരാണ് നമ്മുടെ ശത്രു എന്നാണ് പറയുന്നത്? നമ്മുടെ ശത്രു ഈ ലോകത്തിൻ്റെ അധിപതിയാണ്, ലോകത്തിൻ്റെ ഭരണാധികാരിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എന്ത് സാധനവും അയാളെടുത്ത് ഉപയോഗിക്കും. ഇറ്റ് ഈസ് ഇൻ ഹിസ് കസ്റ്റഡി, ഇറ്റ് ഈസ് ഇൻ ഹിസ് പവർ. അപ്പോൾ വലിയ റീസോഴ്സ് ഉള്ള ഒരുത്തനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്, നിസ്സാരമല്ല. ഈ ലോകത്തിൻ്റെ പ്രഭു. എഫേസ്യർ 2:2. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും. ആകാശത്തിലെ അധികാരം, ഈ ആകാശമണ്ഡലത്തിൽ കുറേ ജീവികളുണ്ട്. അപ്പോൾ അതിൻ്റെ അധികാരമാണ് അയക്കുള്ളത്. ഇതാണ് നേരത്തെ നമ്മൾ എഫേസ്യർ 6:12 വായിച്ച്, പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോട് അധികാരങ്ങളോട്. അടുത്തത് അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട്. അപ്പോൾ ഈ സ്വർലോകത്തിൽ ആകാശമണ്ഡലത്തിൽ ഒരു സേനയുണ്ട്, ദുഷ്ടാത്മാവിൻ്റെ സേന. ഇതാണ് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാനിയേൽ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കൊണ്ട് ദൂതൻ വന്നു. വഴിയിൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭു തടഞ്ഞു നിർത്തി, ദൂതനെ തടഞ്ഞു നിർത്തി. പാർസി രാജ്യത്തിൻ്റെ പ്രഭു പേർഷ്യൻ രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി എന്നല്ല എൻ്റെ അർത്ഥം. പേർഷ്യൻ രാജ്യത്തിൻ്റെ ഭരണാധികാരി ദൂതനെ എങ്ങനെ തടഞ്ഞു നിർത്തുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ആകാശമണ്ഡലത്തിൽ ഈ പറയുന്ന പോലെ ഒരു ദുഷ്ടാത്മസേന ഇങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്, ആകാശമണ്ഡലം മുഴുവൻ. അപ്പം ഇത് മുഴുവനായിട്ട് പവേഴ്സിലാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇത് ദൈവത്തിൻ്റെക്ക് പോകരുത്, ദൈവത്തിൻ്റെക്ക് എന്ന് വരുന്ന സന്ദേശം നമ്മുടെ ഒരിക്കൽ വരരുത്, ഇത് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ വലിയ സേനയുണ്ട്. അപ്പം ആ സേന നമുക്കെതിരാണ്. ആ സേന ഈയുടെ കയ്യിലാണ്, ഈയുടെ ആധിപത്യത്തിൻ്റെ കീഴിൽപ്പെട്ടതാണ് ഈ സേന. പിന്നെ എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, വാഴ്ചകളോടും അധികാരങ്ങളോടും. എന്താണ് ഈ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറഞ്ഞാൽ? നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. എന്താണ് ഈ വാഴ്ചയും അധികാരം എന്ന് പറഞ്ഞാൽ? ഈ നമ്മൾ ജീവിക്കുന്ന ഈ അഖിലാണ്ടം, ദൈവം ഈ അഖിലാണ്ടത്തെ ദൂതന്മാരുടെ ഭരണത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ എന്താ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യം 1 നോക്കിക്കോളൂ. ദാനിയേൽ 12:1. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. മഹാപ്രഭുവായ മീഖായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രധാന ദൂതനാണ്.
നമ്പർ 1 ആളാണ്. ഈ മിഖായേലിന് എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന പേര്? നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുതിയേക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് സഹായം ചെയ്യാൻ സ്പെഷ്യലായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൂതനാണ് മിഖായേൽ. അപ്പം അങ്ങനെ ദൂതനെ കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാൻ. വെളിപ്പാട് പുസ്തകം നമ്മളൊന്ന് പഠിച്ചാണ്, എല്ലാം നമ്മൾ പറയാനൊന്നും നേരം കിട്ടിയിട്ടില്ല. ഈ സിസ്റ്റം മുഴുവൻ ദൂതന്മാരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ ബാക്കിയെല്ലാം ഇപ്പോൾ എടുക്കില്ല. വാട്ടർ സപ്ലൈക്ക് ഒരു ദൂതൻ ചുമതലക്കാരനാണ്, തീക്ക് ഒരു ദൂതൻ ചുമതലക്കാരൻ, തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ എന്ന് വെച്ചാൽ ഇടി മിന്നൽ ഇതെല്ലാം ആ ദൂതൻ്റെ കയ്യിലാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ദൂതനെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ദൈവം ഇതിൻ്റെ എല്ലാം അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറയുമ്പോൾ പോലും ഇതെല്ലാം ഡിപ്പാർട്ട്മെൻ്റലൈസ്ഡ് ആണ്. ഇപ്പം പ്രധാനമന്ത്രിയുടെ കീഴിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ഡിപ്പാർട്ട്മെൻ്റലൈസ്ഡ് ആണ്. ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അധികാരമുള്ള ഓരോ ദൂതന്മാരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇസ്രായേൽ ജനത്തെ, അത് ദൈവത്തിൻ്റെ ജനം, ജനത്തിന് വേണ്ടി ഒരു പ്രത്യേക ദൂതനെ നിയമിച്ചിരിക്കുന്നു. തന്നെയല്ല നമുക്കോരോരുത്തർക്കും ദൂതനെ കാവൽ തരാമെന്ന് വാക്കില്ലേ? 91 സങ്കീർത്തനം നമ്മൾ ഇന്നലെ വായിച്ചു, എബ്രായ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. അപ്പം ഇതെല്ലാം ദൈവം ഇറ്റ്സ് വെരി ഹൈലി ഓർഗനൈസ്ഡ്, സിസ്റ്റമാറ്റിക്, എവ്രിതിങ്. ദൈവത്തിൻ്റെ യൂണിവേഴ്സ് മൊത്തം, അഖിലാണ്ടം മൊത്തം വലിയ ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. ഈ ദൈവത്തിൻ്റെ കൂടെ നമ്പർ 1 ആയിട്ടിരുന്ന പുള്ളിയാണ് ഈ ലൂസിഫർ. ദൈവത്തിന് അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കണ്ടുപിടിച്ചിട്ടുള്ളവനാണ്. ഇയാൾ അയാളുടെ രാജ്യം സ്ഥാപിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇതേ സിസ്റ്റം കൊണ്ടുപോയി ഇയാളങ്ങ് നടപ്പാക്കി. എല്ലാം ഡിപ്പാർട്ട്മെൻ്റലൈസ്ഡ് ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്ത്യക്ക് മേതിൽ ഒരു അധിപനുണ്ട്, അയാളുടെ ഒരു അധിപനുണ്ട്. കേരളത്തിന് മേളിൽ ഒരധിപനുണ്ട്. ഓരോ ജില്ലയ്ക്ക് മേളിലും അധിപനുണ്ട്. എറണാകുളം പട്ടണത്തിൻ്റെ മേളിൽ ഒരുത്തനുണ്ട്. ഇങ്ങനെല്ലാം ഓർഗനൈസ്ഡ് ആണ്. അതാണ് ഈ പറയുന്ന വാഴ്ചകളും അധികാരങ്ങളും. ഇത് മുഴുവൻ ജൈവം ചെയ്തതിൻ്റെ കോപ്പിയാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ജീവിക്കുന്ന ദേശത്ത് ആധിപത്യം നടത്തുന്ന പിശാചിൻ്റെ ഒരു ഏജൻ്റുണ്ട്, ഒരു ദുർഭൂതമുണ്ട്. അതാരാണെന്നറിയണം. അതറിഞ്ഞെങ്കിലേ, അയാൾ ആരാണെന്ന് മനസ്സിലാക്കിയെങ്കിലേ, അയാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ വേണ്ട വിധത്തിൽ നിങ്ങൾക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ സഭാമണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സഭ അറിയണം ഒരു നാട്ടിലുള്ള ദുർഭൂതം, അതിൻ്റെ മേജർ പവേഴ്സ് ഏതൊക്കെയാണ്. അതിനറിയാൻ പല വഴികളുണ്ട്. ഈവൻ ലോകത്തിൽ തന്നെ ഇതൊക്കെ അറിയാൻ വഴികളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഓരോരോ മണ്ഡലത്തിൽ നിന്ന് കിട്ടും. ഞങ്ങൾ ഈ രാജ്യം ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. ചുറ്റിക്കറങ്ങാന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനാണല്ല, ദേശം കാണാനൊന്നുമല്ല. അപ്പം പോകുമ്പോൾ ഞങ്ങൾ ഓരോ ദേശത്തെയും ആധിപത്യം നടത്തുന്ന ആരാണെന്ന് കണ്ടെത്തിയിട്ടാണ് പൊതുവെ പോകുന്നത്. കാരണം ആ നാട്ടിൽ പോകുമ്പോൾ അതിനൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ വേണ്ടിയത്. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടി വരുന്നത്. അപ്പോൾ അതാരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. മെയിൻ സബോർഡിനേറ്റ്സ് വരെ ഒത്തിരിയുണ്ട്, എങ്കിലൊരു മെയിൻ ഇവിടെയുണ്ട്. ഈ മെയിൻ്റെ കീഴിലാണ് ബാക്കിയുള്ള ജൂനിയേഴ്സ് എല്ലാം, സബോർഡിനേറ്റ്സ് എല്ലാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. വാഴ്ചകളും അധികാരങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എല്ലാം അയക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആൾ കൊച്ചാളാണോ? നമ്മൾ ഞാൻ കുറേ വാക്കുകളെ പറഞ്ഞുള്ളൂ. ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ പ്രഭു, വാഴ്ചകളും അധികാരങ്ങളും, ആകാശമണ്ഡലത്തിൻ്റെ അധിപൻ. അപ്പോൾ ഭൂമിയുടെ കയ്യിലുണ്ട്, ആകാശമണ്ഡലയുടെ കയ്യിലുണ്ട്. ഇതിലെല്ലാം മനുഷ്യരെയും ഏത് ജന്തുക്കളെയും ഉപയോഗിക്കാൻ അയാൾക്ക് സൗകര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരാളുമായിട്ടാണ് നമുക്ക് യുദ്ധമുള്ളത്. അയാളുടെ രാജ്യത്തുനിന്ന് നമ്മൾ പുറത്തു വന്നത്. അയാൾ നമ്മളെ മണാണ്. അയാളുടെ രാജ്യത്തുനിന്ന് നമ്മൾ പുറത്തു വന്നതാണ്. നിങ്ങൾ പുറത്തു വന്നപ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായി. നിങ്ങൾ അയാളുടെ കൂടെ താമസിച്ചിരുന്ന ആൾ പുറത്തു വന്നാൽ ദേഷ്യം വരാതിരിക്കുമോ? ഭയങ്കര ദേഷ്യം വരില്ലേ? ഇപ്പം നമ്മുടെ സഭയിൽ നിന്ന് ഒരാൾ വേറൊരു സഭയിൽ പോയാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? വേറെ
പെന്തിക്കോസിലോട്ടാ പോയി, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഇത് അതുപോലല്ലോ. ഇത് വിരുദ്ധ രാജ്യത്തിലല്ലേ പോകുന്നത്, ശത്രു രാജ്യത്തിലല്ലേ പോകുന്നത്. അപ്പോൾ ഭയങ്കര ദേഷ്യമാണ് നിങ്ങളോട് പിശാചിന്, അത് നിങ്ങളറിയണം. ഭയങ്കര ദേഷ്യമാണ്. അപ്പം അതാണ് നമ്മുടെ ശത്രു.